കുടിക്കില്ല, പാൽ ചായ നിർബന്ധമാണ്. അപ്പോൾ ഞാൻ എൻ്റെ വശം തന്നെ ചായയാണ് കേട്ടോ ഉണ്ടാക്കണേ. അപ്പം ഞാൻ പാൽ നന്നായി തിളച്ചപ്പോൾ കുറച്ച് പാൽ എനിക്ക് അതിൽ നിന്ന് മാറ്റി വയ്ക്കും ആദ്യം കുടിക്കാനായിട്ട്. ഇപ്പോൾ കുടിക്കില്ല, കുറച്ച് കഴിഞ്ഞിട്ടേ കുടിക്കുള്ളൂ. അപ്പോഴേക്കും പാറുട്ടി എനിക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് അമ്മയില്ലാത്ത കാരണമാണ് ഞാൻ 6 മണിക്ക് എണീറ്റത്. അല്ലെങ്കിൽ ഞാൻ ഒരു 6:30 ആകുമ്പോഴാട്ടോ എണീക്കാറ്. കാരണം എനിക്ക് നേരത്തെ എണീറ്റ് കഴിഞ്ഞാൽ ഛർദ്ദിക്കാനുള്ളൊരു ടെൻഡൻസി വരും. ഇപ്പം ഞാൻ ഛർദ്ദിച്ച് ആവശ്യമായിട്ടാണ് കേട്ടോ നിൽക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ പാല് കുടിക്കില്ല, കുറച്ച് കഴിഞ്ഞിട്ടാണ് കുടിക്കുള്ളൂ. ഒരു 10-11:30 ആകുമ്പോഴേ കുടിക്കുള്ളൂ. അപ്പോൾ കാലത്ത് തന്നെ കുടിക്കുമ്പോൾ ഈ പറഞ്ഞ മാതിരി ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പാലിലേക്ക് നമ്മൾ ചായപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മളിതൊന്ന് അരിക്കും. കാരണം പാട ഉണ്ടെങ്കിൽ അവൾ കുടിക്കില്ല, അപ്പോൾ ഒന്ന് അരിച്ചു വയ്ക്കും. പിന്നെ ചായപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ അറിയാമല്ലോ, ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല കടുപ്പം കൂടും. അപ്പോൾ കൈയോടെ തന്നെ അത് അരിച്ചു വയ്ക്കും കേട്ടോ. അപ്പോൾ എന്നും ഈ ചായ ഉണ്ടാക്കുന്ന പരിപാടി ഇവിടുത്തെ അച്ഛൻ അല്ലെങ്കിൽ അമ്മയാണ് കേട്ടോ. അപ്പോൾ ഞാൻ എനിക്ക് വരുമ്പോഴേക്കും ചായ ഉണ്ടാക്കിയിട്ടുണ്ടാവും, എനിക്കുള്ള പാല് അവർ മാറ്റി വെച്ചിട്ടുണ്ടാവും എന്നും. അപ്പോൾ ഇന്ന് അമ്മയും അച്ഛനും ഇവിടെ ഇല്ല, അമ്മയും അച്ഛനും ഹോസ്പിറ്റലിൽ പോയിക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ എനിക്ക് വരുമ്പോഴേക്കും അനിയൻ അടുപ്പൊക്കെ കത്തിച്ച് ചോറിനുള്ള അരിയൊക്കെ ഇട്ടുണ്ട് കേട്ടോ. എനിക്ക് വയ്യാത്ത കാരണം അവൻ എന്നെ ഹെൽപ്പ് ചെയ്തു. ഇന്നലെ തന്നെ കുറേ നേരം നിന്നപ്പോൾ എനിക്ക് ഭയങ്കര കാലുവേദനയായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പം അധികം നേരം നിൽക്കാൻ പറ്റില്ല, കാല് നല്ല വേദനയാണ്. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു കുറച്ച് പുട്ട് ഉണ്ടാക്കാം. അപ്പോൾ കുറച്ച് പുട്ട്, സാധാ പുട്ടുപൊടിയും കുറച്ച് അമൃതപ്പൊടിയും ചേർത്തിട്ടാണ് ഇന്ന് പുട്ടുണ്ടാക്കണത്. അപ്പോൾ പിള്ളേർക്ക് പുട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു പപ്പടം കാച്ചി കൊടുത്തു കഴിഞ്ഞാൽ അവർ പുട്ട് കഴിച്ചോളും. പിന്നെ ഇന്നലെ രാത്രി മുതിരക്കറിയാണ് വെച്ചത്. അപ്പോൾ ഇന്നും കാലത്തും മുതിരയായി കഴിഞ്ഞാൽ മടുക്കില്ല, അത് കാരണം മുതിര വെച്ചില്ല കേട്ടോ. പിന്നെ കടല വെള്ളത്തിലിടാൻ ഞാൻ മറന്നുപോയി ഇന്നലെ, കാരണം അത്ര വയ്യാണ്ടായിരുന്നു രാത്രി. ഏട്ടനാണ് കേട്ടോ പാത്രങ്ങളൊക്കെ മോറി റെഡി, പിറ്റേ ദിവസം കാലത്തേക്കുള്ള പാത്രങ്ങളൊക്കെ മോറി വെച്ചത്, കഴുകി വെച്ചത്, ഞങ്ങളോട് മോറി വെച്ചതെന്നൊക്കെ പറയും. അത് കഴിഞ്ഞ് എനിക്കൊരു കപ്പ് ഛർദ്ദിക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ വന്നത്. എന്നും ഇത് പതിവില്ല, അങ്ങനെ നേരത്തെ എണിക്കുന്ന ദിവസം മാത്രമാണ് പതിവ്. കറക്റ്റ് 6:30 എണിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു ഛർദ്ദിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. അതിന് മുന്നേ എണീറ്റ് കഴിഞ്ഞാൽ ഓക്കാനിച്ച് ഇങ്ങനെ നിൽക്കും. അപ്പോൾ എൻ്റെ വശം ചൂടോട് കൂടി ചായ അത് കഴിച്ചിട്ടാണ് കേട്ടോ ഫസ്റ്റ് തുടങ്ങുക. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും പൊന്നൂസ് എനിക്ക് വന്നിട്ടുണ്ട്. പൊന്നൂസ് ഇന്ന് ഫോണൊക്കെ പിടിച്ചിട്ടാണ് കേട്ടോ എനിക്ക് വന്നേക്കണേ. അപ്പോൾ ഇത്ര ദിവസം ഞാൻ വീഡിയോ ഇടാത്തതിൻ്റെ കാരണം തന്നെ എൻ്റെ പഴയ ഫോൺ കുറച്ച് ക്ലാരിറ്റി തീരില്ലാണ്ടായി തുടങ്ങി. അപ്പോൾ ഞാൻ പുതിയ ഫോണിന് വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു. അപ്പോൾ നമ്മൾ പുതിയ ഫോൺ വാങ്ങിയിട്ടോ. അപ്പോൾ അതിലാണ് ഇന്ന് വീഡിയോ എടുക്കുന്നത്. എങ്ങനെ ക്ലാരിറ്റി ഉണ്ടോ എന്നൊക്കെ നിങ്ങൾ പറയണേ. അത് കഴിഞ്ഞിട്ട് അപ്പോൾ ന്യൂസ് പാൽ ചായ കുടിക്കുകയാണ്. അത് കഴിഞ്ഞ് ആൾ കുറച്ച് നേരം ഇവിടെ അടുക്കളയിൽ ഇരുന്നിട്ട് പതുക്കിയായിട്ടേ പോവുള്ളൂ. ആസ്വദിച്ച് കുടിച്ചൊക്കെ കുറച്ച് നേരം എൻ്റെ അവിടെയൊക്കെ നിന്ന് കളിച്ച് ചിരിച്ചൊക്കെ ഇരുന്ന് കഴിഞ്ഞിട്ടാണ് ആളുടെ വയറൊക്കെ നിറഞ്ഞിട്ടാണ് പോവുള്ളൂ. കാരണം ഒരു ഗ്ലാസ് ചായ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ആൾ വീണ്ടും ചോദിക്കും. ആൾക്ക് കപ്പിലാണ് കൊടുക്കാറ്. അപ്പോൾ കപ്പിൽ ഞാൻ കുടിക്കുന്ന കാരണം അവൾക്ക് ഗ്ലാസ്സിലൊന്ന് കൊടുത്തു കേട്ടോ. അപ്പോൾ അടുപ്പത്ത് അരി ഇട്ടിട്ടുണ്ട്. അത് അനിയനാണ് കേട്ടോ. അനിയൻ എന്നെക്കാളും നേരത്തെ അവൻ അരിയൊക്കെ അടുപ്പത്തിട്ട് തന്നിട്ടുണ്ട്. കാരണം വലിയ കലായ കാരണം എനിക്ക് പൊക്കി കൊണ്ടുവരാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ പുട്ടിനുള്ളതൊക്കെ നനച്ച് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും പാറുവിൻ്റെ പുസ്തകം എടുത്തിട്ട് വന്നു. അവൾക്ക് എന്നും ഡയറി എഴുതി കൊണ്ടുപോകണം. അപ്പം ഞാൻ കാലത്താണ് കേട്ടോ എന്നും ഡയറി എഴുതാനായിട്ട് പറഞ്ഞു കൊടുക്കാറ്. അപ്പോൾ അവൾക്ക് തന്നെ എഴുതാറായിട്ടില്ല. അപ്പോൾ അക്ഷരങ്ങളൊക്കെ പഠിച്ച് കറക്റ്റായിട്ട് വരുന്നല്ലുള്ളൂ. അപ്പോൾ ഞാൻ ഓരോന്ന് പറഞ്ഞു കൊടുക്കും, ആൾക്കറിയാത്തത് എഴുതി കാട്ടി കൊടുക്കും കേട്ടോ. അങ്ങനെയാണ് ഡയറി എഴുതിപ്പിക്കാറ്. അപ്പോൾ അവൾ അതുപോലെ എഴുതിക്കോളും. നമ്മൾ എഴുതിയൊരു വേറെ ഇതിൽ എഴുതി കാട്ടി കൊടുത്താൽ അറിയാത്തത് കാട്ടി കൊടുത്താൽ അവൾ ഇതുപോലെ എഴുതിക്കോളും. അപ്പോൾ പിള്ളേർക്ക് കൊണ്ടുപോകാനുള്ള കുടിക്കാനൊക്കെ ഉള്ള വെള്ളം, ജീരകവെള്ളം വെച്ചിട്ടുണ്ട്. പിന്നെ അടുപ്പൊക്കെ കണ്ട നന്നായി അടുപ്പ് കത്തും തോറും ഇതുപോലെ കരി പിടിച്ച പോലെയാവും. അത് കഴിഞ്ഞിട്ട് നമ്മൾ പണികളൊക്കെ കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് ഇനി തേച്ചരച്ച് കഴുകാനായിട്ട്. അപ്പോൾ പുട്ടുണ്ടാക്കി വെച്ച വിഷം പൊന്നൂസ് കാരണം പിടിച്ചുടച്ച് പൊട്ടിച്ചു കേട്ടോ പുട്ട്. അത് കഴിഞ്ഞ് ഞാൻ പപ്പടം കാച്ചിയാണ്. ഇവിടെ പുട്ട് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പ്രത്യേകിച്ച് പിള്ളേർക്കും എനിക്കും പുട്ട് ഭയങ്കര ഇഷ്ടമാണ്. പുട്ടിൻ്റെ കൂടെ എല്ലാ കറികളും ഇഷ്ടമാണ് കേട്ടോ. പപ്പടം ആയാലും ഞങ്ങൾ കഴിക്കും. അപ്പോൾ ഇന്ന് അനിയനാച്ച ഹോസ്പിറ്റലിൽ പോകേണ്ട ദിവസമായ കാരണം അവൻ കഴിക്കുമെന്ന് അറിയില്ല. എങ്കിലും ഞാൻ ഒരു കുറ്റി വേഗം ഉണ്ടാക്കി കേട്ടോ. അപ്പോൾ പപ്പടം കാച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ചുറ്റും 3 പേരുണ്ട് കേട്ടോ. ഈ പപ്പടം കാച്ചുമ്പോൾ 3 പേരും ഞാൻ പിടിക്കാമെന്ന് പറഞ്ഞിട്ട് 3 പേരും ചുറ്റും നിൽക്കുന്നുണ്ട്. കണ്ടോ, 2 പേരും ഇവിടെ നിൽക്കുന്നുണ്ട്, പിന്നെ ഒരാൾ ബാക്കിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് അവർക്ക് ഓരോ കഷ്ണം പുട്ടൊക്കെ കൊടുത്ത് അവരോട് പോയിരുന്ന് കഴിക്കാൻ പറഞ്ഞു. അവർ കഴിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അവർക്ക് ഭക്ഷണം കഴിക്കണമെങ്കിൽ 1 മണിക്കൂർ വേണം കേട്ടോ. കാരണം ആസ്വദിച്ച് പതുക്കെ കഴിക്കുള്ളൂ. അപ്പോൾ അവർക്ക് വേഗം ചായ കൊടുത്തിട്ട് കഴിക്കാൻ പറഞ്ഞു. അപ്പോഴേക്കും ഞാൻ എൻ്റെ അടുക്കളയിലത്തെ പണികളൊക്കെ ഒരുക്കി വെച്ചു. അത് കഴിഞ്ഞിട്ട് അവരെ കുളിപ്പിക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. കുളിപ്പിക്കലൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല.
കാരണം ഞാൻ ഒറ്റയ്ക്കായ കാരണം എനിക്കെല്ലാം കൂടി ഒരുമിച്ച് അങ്ങോട്ട് ചെയ്യാം, എന്താ പറയുക, വീഡിയോ എടുക്കലും എല്ലാം കൂടി നടന്നില്ല കേട്ടോ. അപ്പോൾ അവർക്ക് കുപ്പിയിൽ വെള്ളാക്കലും പാത്രം കഴുകലും ഒക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് അപ്പോൾ പാറുവിന് ഡയറിയിൽ പടം വരച്ചിട്ട് കളർ കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കണം. അവർക്ക് ഡയറി എഴുതുമ്പോൾ എന്തെങ്കിലും ചിത്രം വരച്ച് കളർ കൊടുക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പറഞ്ഞു കൊടുക്കാനായിട്ട് ഇരുന്നിട്ട് പിന്നെ വേറെ കുറച്ച് ഹോംവർക്കുകൾ കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പറഞ്ഞു കൊടുക്കാനായിട്ട് യൂണിഫോമൊക്കെ മാറ്റിയതിന് ശേഷമാണ് ഇരുത്താറ്, കാരണം അല്ലെങ്കിൽ ടൈം കുറേ പോവും. അപ്പോൾ എല്ലാം കഴിഞ്ഞ് വണ്ടി വരുമ്പോൾ വേഗം ഓടി കയറാമല്ലോ. അത് കഴിഞ്ഞിട്ട് ആ പൊന്നൂസ് ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ചേച്ചിന് സോപ്പിട്ടിട്ട് എന്താ പറയുക, നമ്മുടെ പാറും സ്വത്തുടലും പോയാൽ തന്നെ പകുതി പണി കഴിഞ്ഞു. പിന്നെ ടെൻഷനില്ല, പിന്നെ പതുക്കെയാലും മതിയല്ലോ. അത് കഴിഞ്ഞ് ഞാൻ ഉണക്ക ചെമ്മീൻ ഉണ്ടാണെന്നൊന്ന് റോസ്റ്റ് ചെയ്തു കേട്ടോ ഊണ് കഴിക്കാനായിട്ട്. പിന്നെ ഇന്നലത്തെ ചിക്കൻ കറിയുടെ കുറച്ച് കഷ്ണം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ഞാൻ അതും റോസ്റ്റ് ചെയ്തെടുത്തു. പിന്നെ ഒന്ന് പരിപ്പ് കറിയാണ് വെച്ചേക്കുന്നത് എളുപ്പപ്പണിക്ക്, കാരണം എനിക്ക് വയ്യ. അപ്പോൾ അതും കൂട്ടി ഞാൻ ചോറുണ്ണാൻ പോവാണ് കേട്ടോ. ഇത് ചോറുണ്ണുന്നത് ഒരു 10:30 ടൈമിലാണ് കേട്ടോ, കാരണം ആ ടൈമിൽ ഞാനും പൊന്നൂസും ചോറുണ്ണാറുണ്ട്. ഇത് എനിക്കും പൊന്നൂസിനും കൂടിയിട്ടുള്ള ചോറാണ് കേട്ടോ, കാരണം അങ്ങനെ ഒരുപാടേക്ക് കഴിക്കാൻ പറ്റില്ല. ഇനി ഈ ചോറൂണ് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യും. അപ്പോഴേക്കും എൻ്റെ അലക്കാനിടലൊക്കെ കഴിയും കേട്ടോ. അപ്പോൾ കുറച്ച് നാളായി ഞാൻ മീഷോന്ന് 2-3 പ്രൊഡക്റ്റ് വാങ്ങി വെച്ചേക്കണം കേട്ടോ. അപ്പോൾ ഫോൺ കിട്ടിയിട്ട് വീഡിയോ ചെയ്യാമെന്ന് വെച്ചിട്ട് ഇങ്ങനെ എടുത്ത് വെച്ചേക്കായിരുന്നു. അപ്പോൾ എൻ്റെ മോനെന്തും ചോദിക്കട്ടെ, അമ്മ എന്തെന്ന് പൊട്ടിക്കാത്തേന്ന്. അവൻ ഞാൻ പൊട്ടിക്കാടാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ നമ്മുടെ വളയൊക്കെ ഇടാൻ പറ്റിയൊരു സ്റ്റാൻഡാണ് കേട്ടോ. ഇവിടെ എൻ്റെയും പിള്ളേരൊക്കെ വളകൾ നമ്മളിങ്ങനെ ഡെപ്പിയിലൊക്കെ ഇട്ട് വെച്ചിട്ട് എങ്ങോട്ടെങ്കിലും പോകാൻ നേരത്ത് എടുക്കാൻ ഭയങ്കര പാടാണ്. അപ്പോൾ ഞാൻ കുറേ നാളായിട്ട് ഇങ്ങനെ കാട്ടിലിട്ട് വെച്ചിട്ട് വാങ്ങി വെച്ചതാണ് കേട്ടോ. ഇത് വന്നിട്ട് കുറച്ച് നാളായി, ഏകദേശം ഒരു 3 ആഴ്ചയോളം ഉണ്ടാവും ഈ ഒരു പ്രൊഡക്റ്റ് മീഷോന്ന് വന്നിട്ട്. ഞാൻ നമ്മുടെ ഫോൺ കേടായ കാരണം വീഡിയോസ് എടുക്കാൻ പറ്റാത്ത കാരണം, വീഡിയോസ് എടുക്കാൻ പറ്റും, ക്ലാരിറ്റി കുറവായ കാരണം ഞാൻ മാറ്റി വെച്ചേക്കായിരുന്നു. എന്തായാലും പുതിയ ഫോൺ വാങ്ങിയിട്ട് എടുക്കുള്ളൂ എന്ന് വെച്ചിട്ട്. അപ്പോൾ അത് ഞാനും പൊന്നൂസും കൂടി ഫിറ്റ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ പൊന്നൂസ് പറയുകയാണ് അവൾ ഫിറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടാണ് ഇരിക്കണത്. എനിക്ക് എന്താ പറയുക, ഞാനിപ്പോൾ എന്ത് ചെയ്യണം അതുപോലെയൊക്കെ ആള് ചെയ്യും കേട്ടോ. അപ്പോൾ കുട്ടികളുള്ള ആൾക്കാർക്കും അതുപോലെ തന്നെ നമ്മൾ കുറേ ബാംഗിൾസൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ ഇത്. നമ്മുടെ ബാംഗിൾസ് മാത്രമല്ല, നമ്മൾ ഹെയർ ബാൻഡും കാര്യങ്ങളൊക്കെ ഇട്ട് വെക്കാം, ഒതുങ്ങിയിരുന്നോളും. നല്ല എന്താ പറയുക അടിപൊളി സംഭവമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ക്വാളിറ്റി വൈസ് അയച്ചു കഴിഞ്ഞാൽ സൂപ്പറാണ്, നല്ല ക്വാളിറ്റിയാണ് കേട്ടോ. പ്ലാസ്റ്റിക് ആണെന്ന് വെച്ചാൽ പെട്ടെന്ന് വീണാ പൊട്ടണ ടൈപ്പ് അങ്ങനെ ഒന്നുമല്ല. അപ്പോൾ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാനിവിടെ മെൻഷൻ ചെയ്യാം. ഇതിൻ്റെ കോഡും ഞാനിവിടെ എവിടെയെങ്കിലും മെൻഷൻ ചെയ്യാം കേട്ടോ. ആരെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ മീഷോയിൽ ആ കോഡ് അടിച്ച് നോക്കിയാൽ മതി. അപ്പോൾ അതാ കണ്ടതുപോലെ ഒതുങ്ങിയിരുന്നോളൂ, നമുക്ക് എത്ര വള വേണമെങ്കിലും ഇട്ട് വയ്ക്കാം കേട്ടോ. അതുപോലെ ഹെയർ ബാൻഡ്സും ഇട്ട് വയ്ക്കാം. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ പറയണേ, നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ്. പിന്നെ അടുത്തെന്ന് പറയുമ്പോൾ ഒരു ബോക്സ് കമ്മൽ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊരു സെറ്റ് കമ്മലാണ് കേട്ടോ, 2-3-4 ടൈപ്പ് ഉണ്ട്. അപ്പോൾ ഇത് പല കളർ ചേഞ്ച് ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ വേറൊരു ടൈപ്പ് പണ്ടത്തെ മോഡൽ സ്റ്റഡ് എൻ്റെ ഉണ്ടായിരുന്നു കേട്ടോ. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ ഇപ്പോൾ അത് എത്ര സെർച്ച് ചെയ്തിട്ട് എവിടെയും അങ്ങനത്തെ മോഡൽ കാണാനില്ല. ഈ ഒരു ടൈപ്പ് കമ്മൽ പണ്ട് ഒരു ടൈപ്പ് ഉണ്ടായിരുന്നു, നിറയെ പല കല്ലുകൾ വെച്ചിട്ടുള്ളത്. അപ്പോൾ എനിക്കിത് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ട് വാങ്ങിയതാണ്. അപ്പോൾ ഫസ്റ്റത്തേന്ന് പറയുന്നത് ബ്ലാക്ക് ആണ്, പിന്നത്തേന്ന് പറയുന്നത് ഒരു കോഫി കളറാണ് കേട്ടോ. അതെനിക്കിഷ്ടമായി. ഇങ്ങനെ സ്റ്റഡുകളോടൊക്കെ താല്പര്യമുള്ളവർക്ക് നല്ലതാണ് കേട്ടോ. അതിനധികം റേറ്റ് ഒന്നുമില്ല. ഇതൊരു 4-5 പീസാണ് ഉണ്ടാകുന്നത് കേട്ടോ. അത് പിന്നെ ഒരു റെഡ് ഗ്രീൻ കോമ്പിനേഷൻ വരുന്ന ഒരു സ്റ്റഡാണ് കേട്ടോ. അപ്പോൾ നമുക്ക് സാരിയുടെ ഒപ്പം എല്ലാത്തിൻ്റെ ഒപ്പം വെയർ ചെയ്യാൻ പറ്റിയ അടിപൊളി സ്റ്റഡുകളാണ്. ഇതും മീഷോ തന്നെയാണ്. ഇതിൻ്റെ കോഡ് ഞാനിവിടെ എവിടെയെങ്കിലും കൊടുക്കാം കേട്ടോ. പിന്നെ എന്ന് പറയുമ്പോൾ ഒരു യെല്ലോ ഷെയ്ഡാണ്, ഒരു മാമ്പഴ മഞ്ഞ എന്നൊക്കെ പറയില്ലേ, ആ ഒരു ഷെയ്ഡാണ് കേട്ടോ. അതൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പിന്നെയെന്ന് പറയുന്നത് ഒരു ജുമുക്കിയാണ് കേട്ടോ. അത് ഞാൻ മീഷോന്ന് വാങ്ങിയതല്ല, അത് ഞാൻ പുറത്തുനിന്ന് വാങ്ങിയതാണ്. ഞാൻ ആ ബോക്സിൽ വെച്ച കൂട്ടത്തിൽ നിങ്ങളെ കാട്ടിയെന്നുള്ളൂ കേട്ടോ. അപ്പോൾ എനിക്കെന്ന് പറയുമ്പോൾ എന്താ പറയുക, സിൽവറിൻ്റെ ജ്വൽസിനോടൊക്കെ ഭയങ്കര താല്പര്യമാണ്. പിന്നെ ജുമുക്കുകളും ഇതുപോലെയുള്ള സ്റ്റഡുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അത്രയുള്ള ഒരു ബോക്സിൽ. പിന്നെ എന്ന് പറയുമ്പോൾ നമ്മുടെ റിംഗ് ലൈറ്റ് ഞാൻ മീഷോന്ന് തന്നെയാണ് ഓർഡർ ചെയ്തത്. ഇത് എൻ്റെ അത്ര ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനും അതുപോലെ നന്നായി കുറച്ച് വയ്ക്കാനൊക്കെ പറ്റും കേട്ടോ. അപ്പോൾ നല്ല ക്വാളിറ്റി വൈസ് ആണെങ്കിൽ നല്ല ക്വാളിറ്റിയാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ആരെങ്കിലും റിംഗ് ലൈറ്റിൻ്റെ കോഡ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അതും ഇവിടെ മെൻഷൻ ചെയ്യാം കേട്ടോ.